Deepa S. Panikar here inside my house. You can see no vehicle, nothing here. I am with my mother, okay, VK Ratnamma. And what I have to say is UDF is leading actually. And പറഞ്ഞു വരികയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒത്തിരി അനാവശ്യങ്ങൾ ഇവിടെ കാണിച്ചായിരുന്നു. രാജമ്മ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, വെറും തേർഡ് റേറ്റ് അവർ. എൻ്റെ 5 ക്യാമറ അടിച്ച് പൊട്ടിക്കുക. പിന്നെ ചെറുകുടത്തറ ശശി എന്ന് പറയുന്ന ആളെൻ്റെ വീട്ടിൽ ചുറ്റികയായിട്ട് വന്ന് ഇവന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ സുബ്രഹ്മണ്യൻ ഇവനും എല്ലാം കൂടെ എൻ്റെ വീട്ടിൽ അടിച്ച് പൊളിച്ച് കയറി എന്നെ പിടിച്ചുകൊണ്ട് പോവുകയും വീട്ടിലിരിക്കുന്ന മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടി പിടിച്ചുകൊണ്ട് പോവുകയും പല അനാവശ്യങ്ങൾ ഇവിടെ കാണിച്ചതാണ്. അതുപോലെ ഒരു മെമ്പർ രമേശ് മെമ്പർ, അവൻ ചിലവരുടെ മാത്രം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവൻ ഭയങ്കര സുബ്രഹ്മണ്യൻ്റെ സൈഡാണ് അവൻ. പിന്നെ വേറൊരു മെമ്പറുണ്ട്, അവർ രാജമ്മ ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോഴത്തേന് നക്ഷത്രം പോലെ ആരോ വിളിച്ചിട്ട് ഇറങ്ങി വന്ന് ഇവിടുത്തെ മെമ്പർ ചെന്നീർക്കരക്കാർ രാജമ്മയുടെ മെമ്പർ ആവേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലയോ? അല്ലെ വല്യത്ത് വീട്ടിൽ എൻ്റെ അമ്മയും ഞാനും ഇവിടെ താമസിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ ഷെയറാണ്, എനിക്കിപ്പം കിട്ടി, എൻ്റെ പേരിലാണിത്. ഒരു രാജമ്മയൊന്നും സംരക്ഷിക്കാൻ ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇവിടെ മാന്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാമനേ ഉള്ള ശീലമാമന. ആരുടെയും സൈഡും സീഡും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് നമുക്ക് മനസ്സിലായത് ശീലമാമൻ. നെടിവറമ്പി ശീലമാമൻ ആരുടെയും സൈഡൊന്നുമില്ല, വളരെ മാന്യമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഒരു വാസയംപിള്ള മാമൻ എന്ന് പറയുന്ന അവർ നമ്മളെ ഇത് കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ശീലമാമനെ കറക്റ്റായിട്ട് അറിയാം. വളരെ മനുഷ്യത്വപരമായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ മാറി അങ്ങോട്ട് ഭരിക്കട്ടെ. കാരണം ഒരാൾ മാത്രം അങ്ങ് ഭരിച്ചാലോ എന്തൊക്കെ ചെയ്യുമോ നമുക്ക് നോക്കാമല്ലോ. ഭരിക്കുന്നുണ്ട്, ഭരണമാറ്റം വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ നമുക്കും. ഒരാൾ മാത്രം അങ്ങ് ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ല. UDF എല്ലാവരും ഭരിക്കട്ടെ, അങ്ങോട്ട് മാറി അങ്ങോട്ട് ഭരിക്കട്ടെ. എന്തൊക്കെ മാറ്റം വരുമെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. ഒരാൾ മാത്രം അങ്ങ് ഭരിച്ച് കൈയിട്ട് വാരിയാലോ, അല്ലയോ? അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നൊക്കെയാണ്. പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി സെയിങ് കൊണ്ട് പോലെ. അങ്ങനെ അബ്സല്യൂട്ട് പവറൊന്നും കൊണ്ട് ഒരു പാർട്ടി ഇരിക്കണ്ട, മാറട്ടെ, അങ്ങോട്ട് മാറി ഭരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ശീലമാമന് കൈയിട്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ പാർട്ടിയിൽ നിന്നൊന്നും. അതുകൊണ്ട് അദ്ദേഹം വളരെ മനുഷ്യത്വപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ ഒരെണ്ണവും ബാക്കിയുള്ളവന്മാരൊക്കെ കൈയിട്ട് വരുന്നവന്മാരാ പല രീതിയിലും. അവന്മാരൊക്കെ തന്നെ പറയുന്നുണ്ട്, മനസ്സിലായില്ലയോ? അങ്ങോട്ട് മാറി അങ്ങോട്ട് ഭരിക്കട്ടെ. ഇവിടെ ഒന്നും ഒരാനും ഇല്ല, എൻ്റെ മാത്രമേ ഉള്ളൂ. കണ്ടവന്മാരെ ഒന്നും കയറ്റി വയ്ക്കുന്ന സ്വഭാവമില്ല ഞങ്ങൾക്ക്. അവിടെ പണിക്ക് വരുന്നുണ്ട്, സദാനന്ദ മന്ദിരത്തിൽ കുറേ പണിക്കാരുണ്ട്, അവന്മാരവിടെ